അങ്ങനെ രാവിലെ പുള്ളിക്കാരി എണീച്ച് ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്ത് പല്ല് തേക്കാനായിട്ട് പോവാനിട്ട് അങ്ങനെ പതുക്കെ പിടിച്ച് നടന്ന് പോയി പല്ല് തേക്കാനായി ബാത്റൂമിലെത്തി. ക്ലോസറ്റിന് മുകളിലിരുന്ന് വെള്ളമൊക്കെ പിടിച്ച് മഗ്ഗെടുത്ത് തറയിൽ വെച്ച് വായും കഴുകി മുഖമൊക്കെ കഴുകിയതിന് ശേഷം ബ്രഷ് എടുത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കഴുകി അതിലോട്ട് പേസ്റ്റ് തുറന്നിട്ട് പേസ്റ്റ് വെച്ച് കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് കുറച്ച് വെച്ചതിന് ശേഷം വെച്ച് പല്ല് തേച്ചു കേട്ടോ. നന്നായിട്ട് നല്ല വൃത്തിക്ക് ക്ലീനായിട്ട് പല്ല് തേക്കാൻ അറിയാം. അങ്ങനെ നന്നായിട്ട് പല്ല് തേച്ചു. എന്നിട്ട് ബ്രഷൊക്കെ കയ്യിൽ പിടിച്ച് കഴുകി നന്നായിട്ട് കഴുകിയതിന് ശേഷം വായൊക്കെ കൊപ്പിളിച്ച് മുഖമൊക്കെ കഴുകി നല്ലോണം ഇതായി നല്ല ഫ്രഷായതിന് ശേഷമാണ് കേട്ടോ ഇനി അടുത്ത റൂമിലോട്ട് പോകണത്. അങ്ങനെ ബ്രഷും പേസ്റ്റും എല്ലാം എടുത്ത് അടച്ച് മുറുക്കി വെച്ചതിന് ശേഷം നേരെ ബ്രഷും പേസ്റ്റും എടുത്ത് എണീച്ച് മെല്ലെ പോവാണ് കേട്ടോ. നടന്ന് പോവാണ്. അതിന് ശേഷം അലമാരി തുറന്ന് പേസ്റ്റും ബ്രഷും അതാത് സ്ഥലങ്ങളിലേക്ക് അതിനൊക്കെ ഒരു സ്പേസ് ഉണ്ട് നമുക്ക്. അങ്ങനെ അതാത് സ്ഥലങ്ങളിലെടുത്ത് വെച്ച് അലമാരിയൊക്കെ നന്നായിട്ട് പൂട്ടി നന്നായിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഹായൊക്കെ കാണിക്കുന്നുണ്ട്, പിന്നെ ഗുഡൊക്കെ കാണിച്ച് പിന്നെ നേരെ നടന്ന് നമ്മൾ ഏറാത്തോട്ട് പോയി കേട്ടോ. മെല്ലെ പിടിച്ച് ഏറാത്തോട്ട് വന്ന് അവിടെ സെറ്റിയിലിരിക്കും കേട്ടോ. രാവിലെ വന്ന് സെറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഉമ്മച്ചി നേരെ ചായ കൊണ്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കൊണ്ട് കുടിച്ച് നന്നായിട്ട് ചൂട് ചായയാണ് പുള്ളിക്കാർക്ക് ഇഷ്ടം. അങ്ങനെ കുടിച്ചതിന് ശേഷം നേരെ ഷാളൊക്കെ ഇട്ട് നേരെ ടി വി ഇട്ടാനായിട്ട് പോകും കേട്ടോ. മെല്ലെ ഓടിപ്പോയി ടി വി ഇടാണ് കേട്ടോ. ഇല്ല പതുക്കെ പോയി സ്വിച്ചൊക്കെ ഓണാക്കി എല്ലാം അറിയാം കേട്ടോ. ടി വിയുടെ റിമോട്ടൊക്കെ വെച്ച് ടി വി പ്ലേ ചെയ്തതിന് ശേഷം വേറൊരു റിമോട്ടുണ്ട്. ആ റിമോട്ട് എടുത്തുകൊണ്ട് പതുക്കെ നടന്ന് സെറ്റിയിലോട്ട് ഇരിക്കാനായിട്ട് പോയി. അങ്ങനെ മെല്ലെ വന്ന് സെറ്റ് ഇരുന്നതിന് ശേഷം വേറെ ചാനലിട്ട് കാണും കേട്ടോ. അതിനുശേഷം ജിഹാൻ രാവിലെ ഒരു മാങ്ങ കൊടുത്തു. അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പച്ചമാങ്ങ അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ്. അതിനുശേഷം കുറച്ച് നേരം ടി വി കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അതിനുശേഷം ഫുഡ് കഴിക്കാനുള്ള സമയമായി. ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പുട്ടും പയറും പപ്പടവും ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടി കഴിച്ചു. അതിന് ശേഷം ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. അസുഖത്തിൻ്റെ ഗുളിക 3 എണ്ണമായിരുന്നു. 3 എണ്ണം എണ്ണി പിറക്കി എടുത്തതിന് ശേഷം കുപ്പി തുറന്ന് വെള്ളമൊക്കെ കുടിച്ച് കുപ്പി അതേപോലെ അടച്ച് വെച്ചു കേട്ടോ. അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഉച്ചക്കായപ്പോൾ നല്ല തോരനും ചോറും മീൻ വറുത്തൊക്കെ കൊണ്ട് കൊടുത്തു.